നയനയോടും ആദർശിനോടും ആയിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചന്തുമോളുടെ അച്ഛനും അമ്മയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ മുത്തച്ഛന്മാരും ആവാം എന്ന് പറയും കേട്ടോ. പിന്നീട് നയനയോടായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ചന്തുമോളുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടാന്നൊന്നും വെക്കരുത്, അപ്പോൾ ഉടനെ തന്നെ മോളൊരു അമ്മയാവണം, അതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന ഡോക്ടറെ മാറ്റി കാണിക്കാൻ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് ജയനും അജയനും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇതാണ് എൻ്റെ അച്ഛനും ഇളയച്ചനും, അവരാരും എന്നെ സംശയിച്ചില്ല എന്ന് പറയൂ കേട്ടോ. പിന്നെ അത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അതിപ്പോൾ അനിയും അങ്ങനെ തന്നെയാണല്ലോ, ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ മുതൽ അവൻ പറയുന്നുണ്ട് അവൻ്റെ ഏട്ടൻ തെറ്റൊന്നും ചെയ്യില്ല എന്നുള്ളത് എന്ന് പറയും. പിന്നീട് എനിക്കാണെങ്കിലും ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ, അവനിപ്പോഴും നന്ദുവിൻ്റെ പിറകെ നടക്കല്ലേ എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനീനെ തന്നെയാണ്. നന്ദുവിനെ വിളിക്കുന്നുണ്ട്, അപ്പോൾ നന്ദു കോൾ എടുക്കുന്നില്ല, അതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് കയറി പോവേണ്ടി വരുമോ എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി അവളെ വിളിച്ചു നോക്കട്ടെ, അവൾ ഇനിയും എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും അവിടേക്ക് ഇടിച്ച് കയറി ചെല്ലും എന്ന് പറയുമ്പോൾ നിനക്ക് അടി കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ അങ്ങനെയെങ്കിലും അവൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയും. പിന്നീട് കൂടെ ഉണ്ടായിരുന്ന നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അനീനോട് പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്, ആ ട്രെയിനർ അവളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയൂട്ടോ. പിന്നീട് വീണ്ടും വിളിക്കുമ്പോഴും നന്ദു ഫോണൊന്നും എടുക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു നിരാശയിലാണ്. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ചില പൊട്ടിത്തെറികളുള്ള കാര്യങ്ങളൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ. ആദർശേട്ടന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അനിയൊന്നും വിട്ട് പറയുന്നില്ല, അതൊന്നും ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ അന്ന് ഫൈറ്റ് നടന്ന സമയത്ത് നന്ദുവിനും ഇങ്ങനെ ചെറുതായിട്ട് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുഷാര കയ്യിൽ ഇങ്ങനെ കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് നടന്ന ഫൈറ്റിനെ കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ആ ട്രെയിനറെ തല്ലിയത് നന്ദു ആണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു ഫൈറ്റ് നടത്തിയത് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അയാൾ മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നിന്നെ ചിലപ്പോൾ ഇവിടുന്ന് പുറത്താക്കും എന്നൊക്കെ പറയും. പിന്നീട് അനന്തപുരിക്കാർ വിചാരിച്ചാൽ ഈ ട്രെയിനറെ മാറ്റാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്ത് പോവേണ്ടി വന്നാലും അയാൾക്കിട്ട് നന്നായിട്ട് കൊടുത്തിട്ടേ പോവുള്ളൂ എന്ന് നന്ദു പറയുകയാണ്. പിന്നീട് നമ്മുടെ ചന്തുമോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്തോ പലഹാരം എന്തോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് 3 പേരും കൂടെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജലജ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അത് മറ്റുള്ളവരോടും കൂടി പോയി പറയണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പം മോളോട് പലഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് മോൾക്ക് അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി മാത്രം കൊടുക്കണ്ട, ഞങ്ങളും കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയനി ആദർശമൊക്കെ മോൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും അത് അഭിനോടും നവ്യനോട് പറയാനായിട്ടാണ് കേട്ടോ കയറി പോകുന്നത്. പക്ഷേ അഭിനെയാണ് കാണുന്നത്. അപ്പോൾ അഭിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ദേവയാനി ചന്തുമോളെ സ്നേഹിച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഇങ്ങനെ മോളെ കൊഞ്ചിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യനെ ഇതിൻ്റെ പേരിലൊന്ന് ഇളക്കി വിട്ടാൽ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിനോട് ഈ കാര്യങ്ങളെല്ലാം ചെന്ന് നവ്യനോട് പറയാനായിട്ട് പറയുന്നുണ്ട്. ജലജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത്രയ്ക്ക് അങ്ങ് കാര്യമാക്കി എടുക്കില്ല, നിന്നെ ഇപ്പോൾ അവൾക്ക് നല്ല വിശ്വാസമാണല്ലോ, അതുകൊണ്ട് നീ ചെന്ന് തന്നെ അവളോട് പറയേ, എന്നിട്ട് അവളെ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി വിട്ടേക്ക് എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ ദേവയാനിക്ക് ആദ്യം ചന്തുമോളോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ മോളെ കൊഞ്ചിക്കുന്നതും ഒക്കെ അഭിനോട് പറയുന്നുണ്ട് കേട്ടോ. ജലജയാണെങ്കിലും നിൻ്റെ അമ്മായിക്ക് ഇതെന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നവ്യയാണെങ്കിലും ചന്തുമോളെ എന്ത് കണ്ടിട്ടാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അഭി അവിടേക്ക് കുറച്ച് ദേഷ്യപ്പെട്ടാണ് കേട്ടോ വരുന്നത്. നീ ഇവിടെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്നിട്ട് താഴെ ചന്തുമോളെ അവർ 3 പേരും കൂടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നവ്യനോട് ചെന്ന് നോക്കാനായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ നവ്യ ചോദിക്കും, ഞാൻ എന്തിനാ അവിടെ ചെന്ന് നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. ആ സമയത്ത് അഭി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഇവിടെ ഒരു പ്രാധാന്യം കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും ഒരു വിധത്തിൽ നവ്യനെ അവിടെ നിന്ന് ചൂട് പിടിപ്പിച്ച് വിടുന്നുണ്ട്. നവ്യാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് നേരെ താഴേക്കാണ് കേട്ടോ ഇറങ്ങി ചെല്ലുന്നത്. നവ്യ അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് അവർ 3 പേരും കൂടെ മോളെ ഭയങ്കരമായിട്ട് അങ്ങ് കൊഞ്ചിക്കുകയാണ്. ഭയങ്കര ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ 3 പേരും കൂടെ. അത് കാണുമ്പോൾ നവ്യയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നയന അങ്ങ് നോക്കുന്ന സമയത്ത് നവ്യ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും മോളെ ഭയങ്കരമായിട്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നവ്യനെ കാണുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് എണീക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ ഈ വീട്ടിലേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്തുമോളെ കൊഞ്ചിക്കുന്നതിന് കുറേ അങ്ങ് പറയൂ കേട്ടോ. പിന്നീട് നവ്യനെ കുഞ്ഞിനെ ഒന്ന് നോക്കുന്നില്ല, എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു.
അപ്പോൾ അമ്മായിക്കാണെങ്കിൽ ഇപ്പോൾ അവളോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ, ഇപ്പം എന്താ അമ്മായിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ദേവയാനി പറയും, ഇവളെൻ്റെ കൊച്ചുമോളാണല്ലോ, ഇനിയിപ്പോൾ എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവളെങ്ങനെ സ്നേഹിക്കാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി മോളോടുള്ള സ്നേഹമൊക്കെ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴും നവ്യയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, നീ എപ്പോഴും ഇങ്ങനെ അബീനെ കൂട്ടുപിടിച്ച് എന്നെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ, അപ്പോൾ നീ ഇങ്ങനെ അബീനെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയും, എനിക്ക് ആദർശേട്ടനോട് ഒന്നും പറയാനില്ല എന്ന് പറയൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നയനയാണെങ്കിലും നിങ്ങളൊക്കെ ഇവളെ സ്നേഹിക്കുന്നത് പോട്ടെ എന്ന് വെക്കാം, പക്ഷേ നയനയ്ക്ക് എന്താ പറ്റിയത് എന്നുള്ളതിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ അമ്മ ഒരുത്തി ഉണ്ടല്ലോ കോമ സ്റ്റേജിൽ കിടക്കുന്നത്, ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ അവരിങ്ങനെ ആ കോമ സ്റ്റേജിൽ നിന്ന് എണീക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയാവുമ്പോൾ അവൾക്കായിരിക്കുമല്ലോ ഇവിടുത്തെ കൂടുതൽ പ്രാധാന്യം, എൻ്റെ അനിയത്തി ഇവിടുന്ന് പുറത്താവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോൾ ഒരിക്കലും ഇല്ല എന്നിങ്ങനെ ദേവയാനി പറയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മകൻ ഇവിടുന്ന് പോയാലും എൻ്റെ മരുമകൾ ഇവിടെ തന്നെ കാണും, കാരണം ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയും, ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയാൽ മതി, എനിക്കെന്തായാലും ഇതൊന്നും കാണാൻ പറ്റില്ല, നിങ്ങളങ്ങ് സ്നേഹിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അവൾ സത്യം അറിയാതെയല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ, ഇനിയിപ്പോൾ അമ്മ അവളെ സത്യം അറിയിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്ന് സത്യം പറയാൻ ആദർശേട്ടൻ വന്നപ്പോഴും ഇങ്ങനെ ചേച്ചിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് ഞാനും മുത്തശ്ശൻ്റെ ഒക്കെ തടഞ്ഞത്, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് ചേച്ചിക്കാണ് എന്ന് പറയട്ടോ. അബിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഇവിടുന്ന് ചേച്ചി ഇറങ്ങിപ്പോവും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കറിയാലോ, അതുകൊണ്ട് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താനൊന്നും നിൽക്കണ്ടെന്ന് ആദർശം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യ കനകേനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. നയന കുഞ്ഞിനെ എടുക്കുന്നില്ല, ചന്തുമോളെയാണ് ഏത് സമയവും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മാത്രമല്ല അമ്മായിക്കും ഇപ്പോൾ ചന്തുമോളോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ കനകേനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക ചോദിക്കും കേട്ടോ, ആദ്യം ഇങ്ങനെ ദേവയാനിക്ക് ആ കുഞ്ഞിനോട് ദേഷ്യമായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. അതൊന്നും അറിയില്ല, എന്തായാലും അമ്മായിയുടെ കൊച്ചുമോൾ തന്നെയാണല്ലോ ചന്തുമോള്, പക്ഷെ നയന എന്ത് കണ്ടിട്ടാണ് ആ കുട്ടീനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയൂ കേട്ടോ. അവൾക്ക് എന്താ വട്ടാണോ എന്നൊക്കെ ഇങ്ങനെ എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു. അമ്മ അവളെ വിളിക്കുമ്പോൾ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ, എനിക്കിങ്ങനെ ഇവിടെ നിൽക്കാനേ തോന്നുന്നില്ല, ഞാൻ കുറച്ച് ദിവസം അവിടെ വന്ന് നിന്നാലോ എന്നൊക്കെ കനകേനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾ അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെയാണ് കനക പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് നയന നവ്യയുടെ കുഞ്ഞിനെ എടുക്കാത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കുഞ്ഞിപ്പോൾ ഇവിടുത്തെ പുറമ്പോക്കാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അത് ജാനകിയും ജലജയൊക്കെയല്ലേ, അവർ മോളെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും, മോള് അത് ഇങ്ങനെ കാര്യമാക്കേണ്ട, ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയും, ഞാൻ പരമാവധി ഒരു കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും കാണുമ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും കേട്ടോ. എന്തായാലും നയനെ വിളിക്കുമ്പോൾ അമ്മ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. പിന്നീട് ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നേരത്തെ ദേവയാനിക്ക് ആ കുഞ്ഞിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു, ഇപ്പോൾ ദേവയാനി ആ കുഞ്ഞിനെ സ്നേഹിച്ച് തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, അവരെ എത്രയെന്ന് വെച്ചിട്ട് സ്വന്തം പേരക്കുട്ടീനെ സ്നേഹിക്കാതിരിക്കുന്നത്, അപ്പോൾ ആദർശം അതുപോലെ തന്നെ അവിടെ ബാക്കിയുള്ളവരൊക്കെ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൽ ഒരർത്ഥമുണ്ട്, അവരുടെയൊക്കെ രക്തബന്ധമുള്ള കുട്ടിയാണത്, പക്ഷെ നമ്മുടെ മോള് എന്ത് കണ്ടിട്ടാണ് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, ഇനിയിപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അസുഖം മാറി വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കായിരിക്കുമല്ലോ അവിടെ പ്രാധാന്യം, നമ്മുടെ മോളുടെ ജീവിതം ഒരു തുലാസിലായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ കനകയും ഗോവിന്ദനും സങ്കടം പറയാണ് കേട്ടോ. പിന്നെ നയനയാണെങ്കിൽ വീണ്ടും ചന്തുമോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് അനാമിക അവിടേക്ക് വരുന്നത്. അനാമിക ആകെ ദേഷ്യമൊക്കെ ഉണ്ട്. എന്നിട്ട് നയനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ ഏത് സമയം പറയല്ലോ ഞാൻ വഴി തെറ്റി നടക്കുകയാണെന്ന്, എന്നിട്ട് നിന്റെ ഭർത്താവിൻ്റെ വഴി തെറ്റിയ ബന്ധത്തിലുണ്ടായ കുട്ടീനെയല്ലേ ഇപ്പം നീ ഇങ്ങനെ ലാളിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയും. എന്നിട്ട് മോളോട് പറയുന്നുണ്ടായിരുന്നു, നീ സൂക്ഷിച്ചോ, ഇവൾ നിന്നെ കൂടുതൽ സ്നേഹിച്ച് ചിലപ്പോൾ എന്നേക്കും മയക്കി കിടത്താനുള്ള വല്ല പൊടിയും ഭക്ഷണത്തിൽ കലർത്തി തരും എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയും, അത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വഭാവമാണ്, കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ അനാമിക ആകെ വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.